അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, SIP ആയിട്ടോ ബൾക്ക് എമൗണ്ട് ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിസ്ക് കുറവാണ്. നമുക്ക് നല്ല ആവറേജിൽ ഒരു റിട്ടേൺ ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. അധികം റിസ്ക് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്ക് പറ്റിയതാണ് ഈ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്? അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വാങ്ങിയിട്ട് അവർ പല ഇൻവെസ്റ്റ്മെന്റ് ടൂൾസിലോ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിലോ, അതായത് ഇപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ബോണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയതുകൊണ്ട് തന്നെ റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഈ നിക്ഷേപർ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് അവർക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് പല യൂണിറ്റ്സ് ആയിട്ടാണ് കിട്ടുക. അതാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ യൂണിറ്റ്സിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഇൻകം അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു അറ്റ് എ ഗ്ലാൻസ് നമ്മൾ പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണ്. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് അതിന് മെയിൻ ഫസ്റ്റ് പോയിന്റ് എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് പല ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിൽ കമ്പൈൻ ചെയ്തിടുന്നുണ്ട് അതിന് റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ്, ഒരു ഫണ്ട് മാനേജർ നമുക്ക് ഉണ്ടാവും. അവർ നമുക്ക് കറക്റ്റ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള നോളജും അതുപോലെ തന്നെ സജഷൻസും നമുക്ക് തരും. അതുപോലെ ട്രാൻസ്പെറൻസി, നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് എപ്പോഴും വാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ അസറ്റ്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ലിക്വിഡിറ്റി, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യും. അതായത് ഒരു ബിസിനസ് ഡേയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്ത് ആ ഒരു സമയത്തുള്ള റിട്ടേൺ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ടാക്സ് സേവിങ്, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ELSS, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമിലാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 80C നമുക്ക് ഇൻകം ടാക്സിൽ 1.5 ലക്ഷം വരെ ഒരു ടാക്സ് സേവിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് നമ്മൾ എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ആ ഒരു ഫണ്ട് മാനേജർ എവിടേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് സ്റ്റോക്കിൽ, ഇൻഡെക്സ് ഫണ്ടിൽ, കമ്മോഡിറ്റീസിൽ, അതുപോലെ ബോണ്ട്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, കറൻസീസ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്, അത് ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു സ്റ്റോക്ക് കാര്യങ്ങൾ അത് ഞാൻ പറയുന്നത്. അതുപോലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്, അതായത് ഈ ട്രഷറി ബില്ല്, അങ്ങനത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇതിലെല്ലാം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതെല്ലാം ഈ ഒരു കമ്പൈൻഡ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിലെല്ലാം നിങ്ങൾ കമ്പൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് റിസ്ക് കുറവായിരിക്കും. നമ്മൾ ട്രേഡിംഗ് വരുന്ന റിസ്കിനേക്കാളും കുറവായിരിക്കും ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ മുന്നത്തെ വീഡിയോയിൽ തന്നെ SIP ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് SIP ആയിട്ടോ അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ട് ആയിട്ടോ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട്. നമ്മളിപ്പോൾ സാധാ പെട്ടെന്ന് നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയാൻ താല്പര്യം അല്ലെങ്കിൽ അതിനെ പറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. നിങ്ങൾ ഫുള്ള് കാണാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.